വിനീത 4,11,931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കന്നി അംഗത്തിൽ തന്നെ മഹാഭൂരിപക്ഷത്തിൽ വയനാടിനെ പ്രതിനിധീകരിക്കാൻ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇതോടുകൂടി ഗാന്ധി കുടുംബത്തിലെ 3 പേരും പാർലമെന്റിലെ അംഗങ്ങളായി മാറും. സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിൽ ഉണ്ടാകും. കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾക്ക് വീര്യം കൂട്ടുന്ന ഒന്നായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലെ സാന്നിധ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഗൗതം അദാനിയുടെ വിഷയം, അതോടൊപ്പം തന്നെ സംബാലി വിഷയം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. വയനാടിന് അർഹമായ പരിഗണന ലഭിച്ചില്ല, സാമ്പത്തിക സഹായം കേന്ദ്രം നൽകിയില്ല എന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെടാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ ഇന്ന് തന്നെ ആ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായി പ്രിയങ്ക ഗാന്ധി മാറാൻ പോകുന്നു. ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഈ മാസം 30 ഡിസംബർ 1 തീയതികളിൽ വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ വയനാട്ടിലേക്ക് വരും എന്നുള്ള വിവരമുണ്ട്. ഇന്ന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ച് ഉണ്ടായേക്കും. ഈ കാര്യമൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം നടക്കാൻ പോകുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ്. അതിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാൻ പോകുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക ഗാന്ധി കന്നി അംഗം ജയിച്ച് പാർലമെന്റിൽ അംഗമാകാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം നേതാക്കൾക്കൊപ്പമായിരിക്കും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുക. കന്നി അംഗം ജയിച്ച് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ അംഗമാകാൻ പോകുന്നു. സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജി കൂടി നമ്മളോടൊപ്പം ചേരുന്നു. വിനീത, ഗാന്ധി കുടുംബത്തിലെ 3 അംഗങ്ങൾ പാർലമെന്റിലെത്തുന്നു. കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾക്ക്, രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കുറെ കൂടി കരുത്തു വരാൻ പോകുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനത്തോടുകൂടി. ഏത് നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവിനെ കാണുന്നത്? ഇനി നടക്കാൻ പോകുന്ന പ്രതിഷേധ സമരങ്ങളുടെയൊക്കെ നേതൃനിരയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള ആലോചനകൾ കൂടി കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നുണ്ടെന്നാണല്ലോ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്താണ് വിനീത ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? തീർച്ചയായും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഡൽഹിയിലൊക്കെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ. ഞാനിപ്പോൾ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ്. അല്പസമയം മുൻപാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തി സോണിയാഗാന്ധിയെ കാണുകയും ഒപ്പം തന്നെ സോണിയയ്ക്കും രാഹുലിനുമൊപ്പം ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യം 9:30യോടുകൂടി ഗാൻ മാർക്കറ്റിന് സമീപമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് റോബർട്ട് വദ്രയ്ക്കൊപ്പമാണ് അവർ ഈ ജൻപത്ത് 10-ലെ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കേരള സാരിയിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് പാർലമെന്റിലേക്ക് എത്തുക. വലിയൊരു ആവേശം തന്നെയാണുള്ളത്. ഒപ്പം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും എത്തുന്നതോടെ പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറയാം. ഏറ്റവും ആദ്യം ഉന്നയിക്കുന്നത് വയനാടിന്റെ പ്രശ്നമായിരിക്കും. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ദുരിതാശ്വാസ പാക്കേജ് നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രിയങ്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെയൊക്കെ നമ്മൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമൊക്കെയായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ വയനാടിനായി പ്രവർത്തിക്കുമെന്ന് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എത്തിയ TCT ഉൾപ്പെടെയുള്ള നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. വലിയ ആവേശത്തിൽ തന്നെയാണ് ഡൽഹിയിലൊക്കെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ. രാവിലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വീടിന് മുന്നിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ മധുര വിതരണം, ഒപ്പം വലിയൊരു ആവേശമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അവിടെ നിന്ന് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജൻപത്ത് 10-ലെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പമാണ് പിന്നീട് പ്രിയങ്ക ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ലക്ഷത്തിലധികം വോട്ടിന്റെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. സമരമുഖങ്ങളിലും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും ഒക്കെ ഊർജ്ജമായി നിന്നിരുന്ന പ്രിയങ്ക ഇതാ ഇപ്പോൾ പാർലമെന്റിന്റെ കൂടി ശബ്ദമായി മാറാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. ആദ്യ പരിഗണന വയനാടിന് തന്നെയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വയനാട്ടിലൊക്കെ എത്തി പ്രിയങ്ക ഗാന്ധി സ്ഥിതിഗതികളൊക്കെ തന്നെ അവർ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സാഹചര്യമൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഏറ്റവും മുന്നിൽ വെച്ചത് ഈ വയനാടിന്റെ ദുരിതാശ്വാസ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ വയനാടിന്റെ ദുരിതാശ്വാസ പാക്കേജിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളിൽ, പ്രതിപക്ഷ നിലപാടുകളിലൊക്കെ തന്നെ വളരെ ശക്തമായി മുൻപന്തിയിൽ പ്രിയങ്ക ഗാന്ധി വരാൻ പോകുന്നു എന്ന സൂചനയാണ് പ്രിയങ്ക ഈ കന്നി പ്രവേശനം പാർലമെന്റിലേക്ക് നടത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. ആ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോഴവിടെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ്. അതിനുശേഷമായിരിക്കും തുടർ സമര പരിപാടികൾ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ സമര പരിപാടികളിൽ പ്രധാനിയായി നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആലോചന ഫലം കാണാൻ പോവുകയാണോ വിനീത?
തീർച്ചയായും ഗോപി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ശേഷം ഈ മാസം 30-ാം തീയതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തും. ഓരോ മണ്ഡലങ്ങളിലെയും ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുമെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി ഈ വയനാട് പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ നേതൃനിരയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യ പരിഗണന പ്രിയങ്ക ഗാന്ധി നൽകുന്നതും ഈ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിനായിരിക്കും. ജനങ്ങളെ നേരിൽ കാണും. ഈ വയനാട് ദുരിതാശ്വാസ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതിനിടയിൽ തന്നെ ഒരു ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുകയും അക്കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിന്റെ ശ്രദ്ധ വീണ്ടും ശ്രദ്ധിക്കുകയും ഒക്കെ ആയിരിക്കും പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത്. ആ ശ്രദ്ധ ഉൾപ്പെടെ ക്ഷണിക്കാനായിരിക്കും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. കന്നി അംഗത്തിൽ 4,10,931 വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാടിനെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ പോകുന്നത്. അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നുമായി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം മാറാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സമര പരിപാടികളുടെ നേതൃനിരയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആലോചനകളിലേക്ക് നേതൃത്വം കടക്കുകയാണ്. അല്പസമയത്തിനകം ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഇന്ന് ഒരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് നേതാക്കളുടെ ആലോചനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ അന്തിമമായ തീരുമാനമായിട്ടില്ല. വയനാടിന് പ്രത്യേക പാക്കേജ് നൽകാതെ കേന്ദ്ര സർക്കാർ അവഗണിക്കുമെന്ന വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എന്ന പ്രതീക്ഷയാണ് വയനാട്ടിലെ ജനങ്ങൾക്കുള്ളത്. പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലോക്സഭാംഗമാകുമ്പോൾ എന്താണ് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം, എത്രത്തോളം പ്രതീക്ഷയിലാണ് അവരിപ്പോഴുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ നിന്നുണ്ടാകും. ഈ മാസം 30-ാം തീയതി മറ്റന്നാൾ പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും. അതിനുശേഷം 1-ാം തീയതി വയനാട് ജില്ലയിലും പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വരുന്നത്.